തൃശൂരിന്റെ വികസനം ബി.ജെ.പിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ വിവിധ ഇടങ്ങളിൽ വികസന മുന്നേറ്റ യാത്രകൾ നടത്തുകയാണ്. 4 യാത്രകളാണ് ഈ ജില്ലയിൽ ഉടനീളം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാനാ തുറകളിൽ, രാഷ്ട്രീയത്തിന് അതീതമായി നാനാ തുറകളിലുള്ളവരെ ഈ വികസന മുന്നേറ്റ യാത്രയുടെ ഭാഗമാക്കാൻ ജില്ലാ നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന ജില്ലാ അധ്യക്ഷനാണ്. ഈ യാത്രയുടെ ഭാഗമായിട്ട് നിരവധി പ്രമുഖരെത്തുന്നു. ഔസേപ്പച്ചൻ തന്നെ ഒരു യാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസന മുന്നേറ്റം, അതാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷനിലെ അഴിമതികൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുകയും ബി.ജെ.പിയുടെ വികസന അജണ്ട തൃശൂർ കോർപ്പറേഷനിലെ ചർച്ച ചെയ്യുകയുമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വികസന മുന്നേറ്റ യാത്ര നടക്കുന്നത്. ജനങ്ങൾ വലിയ സ്വീകരണമാണ് ഈ യാത്രയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്ര ഇപ്പോൾ സമാപനത്തിലേക്ക് എത്തുകയാണ്. എന്തായിരുന്നു പൊതുവിലുള്ള ഒരു പൾസ് എല്ലായിടത്തും വലിയ സ്വീകരണമാണ്. ബി.ജെ.പിയുടെ 4 മുൻ ജില്ലാധ്യക്ഷന്മാരായിട്ടുള്ള 3 ജില്ലാധ്യക്ഷന്മാരും ഞാനും ഉൾപ്പെടെ 4 പേർ ഈ യാത്രയിൽ അഭിസംബോധന ചെയ്ത് ജനങ്ങളുമായി അഭിസംബോധന ചെയ്യുകയാണ്. ഈ യാത്ര നയിക്കുകയാണ്. വലിയൊരു ഫീലാണ് അവരെല്ലാം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്. ജനങ്ങൾ ബി.ജെ.പിയെ പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപിയുടെ വികസനത്തിന്റെ ഒരു തുടർച്ച തൃശൂർ കോർപ്പറേഷനിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി മുന്നോട്ട് വെക്കുന്ന പദ്ധതികളൊന്നും തന്നെ തൃശൂർ കോർപ്പറേഷനിൽ നടപ്പാക്കുന്നില്ല എന്ന വിമർശനം കൂടി നിൽക്കുന്ന ഒരു സമയത്താണ് ബി.ജെ.പിയുടെ യാത്ര. നിരവധി പദ്ധതികൾ തൃശൂർ കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി, കുടിവെള്ളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപി വെച്ചിട്ടുള്ള പ്രൊജക്ടുകൾക്ക് അംഗീകാരം നൽകാൻ തൃശൂർ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല. എന്തിനേറെ പറയുന്നു, സാധാരണ ജനങ്ങൾ വരുന്ന തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ലാബ് അതിനനുവദിച്ച 33 ലക്ഷം രൂപ വരെ ലാബ്സ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. സുരേഷ് ഗോപിയുടെ വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ബി.ജെ.പിയുടെ ഡിവിഷൻ കൗൺസിലർമാരുടെ വാർഡുകളിൽ, ഡിവിഷനുകളിൽ അവഗണന നേരിടുകയും ചെയ്യുകയാണ്. കോർപ്പറേഷൻ ഫണ്ട് ഡിവിഷൻ കൗൺസിലർമാർക്ക് നൽകുന്നില്ല. ബി.ജെ.പിയുടെ കൗൺസിലർമാരെ അവഗണിക്കുകയാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. അതായത് ഇനി വരുന്ന 2 തെരഞ്ഞെടുപ്പുകൾ, ആ 2 തെരഞ്ഞെടുപ്പുകളിൽ ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം അത് ആവർത്തിക്കുമോ? തീർച്ചയായും ബി.ജെ.പി തുടർച്ചയായ വിജയങ്ങൾക്ക്, ചരിത്ര വിജയങ്ങൾ തൃശ്ശൂരിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ആദ്യ സൂചനയാണ് സുരേഷ് ഗോപിയുടെ വിജയം. ഇന്ന് ഈ ഔസേപ്പച്ചൻ വേദിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി.എൻ. പ്രതാപന്റെ ഒരു കമന്റ് വരുന്നത്, ഈ തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്തുന്നതിനുള്ള ആലോചനയിലാണ് ഔസേപ്പച്ചൻ, അതിനിടയിലാണ് അങ്ങോട്ടേക്ക് എത്തിയതെന്നുള്ളതാണ്, ബി.ജെ.പിയിലേക്ക് എത്തുന്നതെന്ന്. ബഹുമാനായ ഔസേപ്പച്ചൻ മാത്രമല്ല, നിരവധി പേർ, പ്രമുഖരായിട്ടുള്ള നിരവധി പേർ ബി.ജെ.പിയിലെത്തും. അത് അടുത്ത നാളുകളിൽ പ്രതാപൻ തിരിച്ചറിയും. ബി.ജെ.പിയിലേക്ക് വലിയ ജനകീയ മുന്നേറ്റം, വലിയ പ്രസക്തരായിട്ടുള്ള ആളുകൾ ബി.ജെ.പിയിലെത്തുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. പ്രമുഖരായിട്ടുള്ള ആളുകൾ വേണമെങ്കിൽ തൃശ്ശൂരിലടക്കം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് എത്താൻ സാധ്യതയുണ്ട്. അത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി എന്തായാലും നിരവധിയായ ആളുകൾ ബി.ജെ.പിയിലെത്തും. പ്രമുഖരായ ആളുകൾ തന്നെ ബി.ജെ.പിയിലെത്തും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നിരവധിയായ ആളുകൾ ബി.ജെ.പിയിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. അവർ സമീപിക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപി തുടങ്ങി വെച്ചൊരു വിജയം, ആ വിജയം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകും. തീർച്ചയായും കൂടുതൽ ശക്തിയോടുകൂടി പ്രതിഫലിക്കും. തൃശൂർ കോർപ്പറേഷൻ 36 ഡിവിഷൻ ശ്രീ സുരേഷ് ഗോപി MP ലീഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവിഷനുകളിലെ ആ ലീഡ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ബി.ജെ.പി ഭരിക്കണം, NDA ഭരിക്കണം. എന്തായാലും ഈ ജാഥ അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വലിയ ആവേശം തന്നെയാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ സംബന്ധിച്ചുള്ളത്. 4 ജാഥകൾ, ആ 4 ജാഥകൾ പൂർത്തിയാകുന്ന സമയത്ത് ബി.ജെ.പിയെ സംബന്ധിച്ച അവർ ലക്ഷ്യം വെച്ച രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനായി എന്നുള്ളത് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അത്രമാത്രം ഒരു ജനപങ്കാളിത്തം ഈ യാത്രയിലുടനീളം ഉറപ്പിക്കാൻ കഴിഞ്ഞുവെന്നുകൂടി ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത ആത്മവിശ്വാസത്തോടുകൂടി വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു പൂർവാധികം ശക്തിയിലേക്ക്, അല്ലെങ്കിൽ ഒരു അവസാനവട്ട ലാപ്പിലേക്ക് ബി.ജെ.പി തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24.